സ്വരമാ അണയായി ബലിവേദി വിട്ടാരയൊരുക്കി അകതാരൊരുക്കി അണയായി ബലിവേദി ഒരു മനമാ ഒരു സ്വരമാ അണയായി ബലിവേദി. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോട് കൂടെ അങ്ങേ ആത്മാവോട് കൂടെ. യേശുവിൽ സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, അരികിൽ വിളിച്ച് ആശ്വസിപ്പിക്കുന്ന ദൈവം മിഷൻ പ്രവർത്തനങ്ങൾക്കായി അയച്ച തൻ്റെ ശിഷ്യന്മാരെ അരികിൽ വിളിച്ചുകൊണ്ട് അവരെ ജനതയിലേക്ക് നയിക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും അവർ ചെയ്ത പ്രവർത്തനങ്ങളെ മഹത്വവൽക്കരിക്കുകയും തുടർന്ന് വീണ്ടും തങ്ങളുടെ പ്രവർത്തന മേഖലകളിലേക്ക് അവരെ നയിക്കുകയും ചെയ്യുന്ന യേശുവിനെയാണ് ഇന്നത്തെ സുവിശേഷം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുക. ഈ ഒരു കാലഘട്ടം ദൈവം നമ്മെ ഓരോരുത്തരെയും തൻ്റെ അരികിലേക്ക് വിളിക്കുകയാണ്. ജീവിതത്തെ വിമർശനാത്മകമായി നോക്കിക്കാണാനുള്ള ഒരു അവസരമാണത്. കർത്താവായ ദൈവത്തിന്റെ ശക്തമായ ഇടപെടൽ ഈ പ്രപഞ്ചത്തിൽ ഉണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെടുന്ന വിധത്തിലുള്ള കാര്യങ്ങളാണ് നമുക്ക് ചുറ്റും നടക്കുക. അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടം ദൈവത്തോടൊപ്പം ആയിരിക്കാൻ, യേശുവിനോടൊപ്പം ആയിരിക്കാൻ, വചനം ധ്യാനിച്ചുകൊണ്ട് ഗ്രഹിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ യഥാർത്ഥ അർത്ഥം എന്തെന്ന് ചിന്തിക്കുവാനുള്ള ഒരു കാലഘട്ടമാണ്. കാരണം അത് നമുക്ക് സാധിക്കുന്നു എങ്കിൽ മാത്രമേ തുടർന്നുള്ള നമ്മുടെ ക്രൈസ്തവ ജീവിതം കൂടുതൽ അർത്ഥപൂർണമാക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഇടയിലില്ലാത്ത ആടുകളെ പോലെ ആർത്തരായി ജനങ്ങൾ അലയുന്നത് കാണുമ്പോൾ അനുകമ്പാന്തരമായ ഹൃദയത്തോടുകൂടെ അവരുടെ അരികിലേക്ക് ഓടിയെത്തുന്ന ക്രിസ്തുവിനെയാണ് സുവിശേഷകൻ അവസാനം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുക. തീർച്ചയായും ഈ കാലഘട്ടത്തിൽ ക്രിസ്തുവിന്റെ പാദങ്ങളായി അവിടുത്തെ കരങ്ങളായി വർദ്ധിക്കേണ്ടത് നമ്മുടെ മനസ്സാണ്, നമ്മുടെ ഹൃദയമാണ്. ആ ഒരു ബോധ്യത്തോടുകൂടി ജീവിക്കുവാൻ ഇന്നത്തെ വചനം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ചെയ്തുപോയ തെറ്റുകളെല്ലാം ഏറ്റുപറഞ്ഞുകൊണ്ട് സ്നേഹത്തിന്റെ ഈ കുദാശയ്ക്കായി നമുക്കൊരുങ്ങാം. സർവശക്തനായ ദൈവത്തോട് സഹോദരരെ നിങ്ങളോട് ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും രക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എന്റെ പിഴ, എന്റെ പിഴ, എന്റെ വലിയ പിഴ. ആകയാൽ നിത്യനായ പരിശുദ്ധ മറിയത്തോട് എല്ലാ മാലാഖമാരുടെ വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോട് ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം,
ഭൂമിയിൽ സന്മനസ്സുള്ളോർക്ക് ശാന്തിയുമേ. അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങയെ ഞങ്ങൾ പുകഴ്ത്തുന്നു, ആരാധിച്ചങ്ങയെ വാഴ്ത്തുന്നു, ദിവ്യമാക്കി മകൾ പാടുന്നു. അങ്ങേ മഹാമഹിമയ്ക്കിതാ നന്ദി ചൊല്ലുന്നീവൻ താഴ്മയാൽ. ദൈവമേ കർത്താവേ, വാഴ്ത്തുന്നു സ്വർഗ്ഗരാജനേ. സർവ്വൈക ശക്തനാം ദൈവമേ, താതനമങ്ങയെ വാഴ്ത്തുന്നു. ഏകാത്മജാദേവസൂനുവേ, കർത്താവാം ശ്രീയേശു ക്രിസ്തുവേ. ദൈവമേ കർത്താവാം അങ്ങയെ വാഴ്ത്തുന്നു. ദൈവത്തിൻ കുഞ്ഞാടേ, താതനാം ദൈവത്തിൻ സൂനുവേ, അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു. ലോകത്തിൻ പാപനിബന്ധവേ, കാരുണ്യം തൂകണേ ഞങ്ങളിൽ. ലോകത്തിൻ പാപനിബന്ധവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണേ. നിത്യപിതാവിന്റെ പാർശ്വത്തിൽ നിർമ്മലം പാർത്തിയും നീങ്ങും. ഞങ്ങളുടെ രക്ഷകനേശുവേ, കാരുണ്യം തൂകണേ ഞങ്ങളിൽ. സത്യസ്വരൂപൻ പിതാവുതൻ നിത്യമഹിമാവിൻ തേജസ്സിൽ പാവനാത്മാവിൻ ഐക്യത്തിൽ വാഴുന്ന ക്രിസ്തുവേ, അങ്ങ് മാത്രം പരിപാവനം, അങ്ങ് താനേകനാം നാഥനും, അങ്ങ് മാത്രം പരമോന്നതൻ, ത്രിത്വൈക ദൈവമഹത്വത്തിൽ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, അങ്ങേ ദാസരോട് കരുണയായിരിക്കുകയും അങ്ങേ കൃപയുടെ ദാനങ്ങൾ കാരുണ്യപൂർവ്വം അവരുടെ മേൽ വർത്തമാനമാക്കുകയും ചെയ്യണമേ. അങ്ങനെ പ്രത്യാശ, വിശ്വാസം, സ്നേഹം എന്നിവയാൽ തീഷ്ണതയുള്ളവരായി അങ്ങേ കൽപ്പനകളിൽ അവർ സദാ ജാഗരൂകരായി കാത്തുപാലിക്കുമാറാകട്ടെ. അങ്ങയുടെ കൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവ് അങ്ങേ പുത്രനുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ജെറമിയാസ് പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന്, എന്റെ മേശസ്ഥലത്തെ ആടുകൾ നശിപ്പിക്കുകയും ചിതറിക്കുകയും ചെയ്യുന്ന ഇടയന്മാർക്ക് ശാപം. കർത്താവ് അരുളി ചെയ്യുന്നു. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് തന്റെ ജനത്തെ സംരക്ഷിക്കേണ്ട ഇടയന്മാരെ കുറിച്ച് അരുളി ചെയ്യുന്നു. നിങ്ങൾ എന്റെ ആട്ടിൻപറ്റത്തെ ചിതറിച്ചോടിച്ചു, നിങ്ങൾ അവയെ പരിപാലിച്ചില്ല. നിങ്ങളുടെ ദുഷ്കൃത്യങ്ങൾക്ക് ഞാൻ പകരം വീട്ടും.
അവയെ ആട്ടിപ്പായിച്ച് എല്ലാ ദേശങ്ങളിൽ നിന്നും എൻ്റെ ആട്ടിൻപറ്റത്തിൽ അവശേഷിച്ചവയെ ഞാൻ ശേഖരിക്കും. ആലയിലേക്ക് ഞാൻ അവയെ കൊണ്ടുവരും. അവ വർദ്ധിച്ചു പെരുകുകയും ചെയ്യും. അവയെ മേയ്ക്കുന്നതിന് ഇടയന്മാരെ ഞാൻ നിയോഗിക്കും. ഇനിമേൽ അവ ഭയപ്പെടുകയോ വേവലാതിപ്പെടുകയോ ഇല്ല, ഒന്നും കാണാതെ പോവുകയുമില്ല. കർത്താവ് അരുളി ചെയ്യുന്നു. ഇതാ, ഞാൻ ദാവീദിന്റെ വംശത്തിൽ നീതിയുടെ ശാഖ മുളപ്പിക്കുന്ന ദിവസം വരുന്നു. കർത്താവ് അരുളി ചെയ്യുന്നു. അവൻ രാജാവായി വാഴുകയും ബുദ്ധിപൂർവ്വം ഭരിക്കുകയും ചെയ്യും. നാട്ടിൽ നീതിയും ന്യായവും അവൻ നടപ്പാക്കും. അവന്റെ നാളുകളിൽ യൂദാ രക്ഷിക്കപ്പെടും, ഇസ്രായേൽ സുരക്ഷിതമായിരിക്കും. കർത്താവാണ് ഞങ്ങളുടെ നീതി എന്ന പേരിലായിരിക്കും അവൻ അറിയപ്പെടുക. കർത്താവിന്റെ വചനം. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. പച്ചയായ പുൽത്തകിടിയിൽ അവിടുന്ന് എനിക്ക് വിശ്രമം അരുളുന്നു. പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടുന്ന് എന്നെ നയിക്കുന്നു. അവിടുന്ന് എനിക്ക് ഉന്മേഷം നൽകുന്നു. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. തന്റെ നാമത്തെ പ്രതി നീതിയുടെ പാതയിൽ എന്നെ നയിക്കുന്നു. മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. അങ്ങയുടെ ഊന്നുവടിയും ദണ്ഡും എനിക്ക് ഉറപ്പേകുന്നു. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. എന്റെ ശത്രുക്കളുടെ മുമ്പിൽ അവിടുന്ന് എനിക്ക് വിരുന്നൊരുക്കുന്നു. എന്റെ ശിരസ് തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. എന്റെ പാനപാത്രം കവിഞ്ഞൊഴുകുന്നു. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. അവിടുത്തെ നന്മയും കരുണയും ജീവിതകാലം മുഴുവൻ എന്നെ അനുഗമിക്കും. കർത്താവിന്റെ ആലയത്തിൽ ഞാൻ എന്നേക്കും വസിക്കും. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. വിശുദ്ധ പൗലോസ് അപ്പസ്തോലൻ എഫെസോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന്. സഹോദരരെ, ഒരിക്കൽ വിദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ യേശുക്രിസ്തുവിൽ അവന്റെ രക്തം വഴി സമീപസ്ഥരായിരിക്കുന്നു. കാരണം അവൻ നമ്മുടെ സമാധാനമാണ്. ഇരു കൂട്ടരെയും അവൻ ഒന്നിപ്പിക്കുകയും ശത്രുതയുടെ മതിലുകൾ തകർക്കുകയും ചെയ്തു. കൽപ്പനകളുടെയും ചട്ടങ്ങളുടെയും ആധിപത്യം അവൻ തന്റെ ശരീരത്തിലൂടെ ഇല്ലാതാക്കി. ഇരു കൂട്ടരുടെയും സ്ഥാനത്ത് ഒരു പുതിയ മനുഷ്യനെ സൃഷ്ടിച്ചുകൊണ്ട് സമാധാനം സംസ്ഥാപിക്കാനും കുരിശുവഴി ഒരേ ശരീരത്തിൽ ഇരു കൂട്ടരെയും ദൈവത്തോട് അനുരഞ്ജിപ്പിക്കാനും അങ്ങനെ തന്നിലൂടെ ശത്രുത അവസാനിപ്പിക്കുവാനുമാണ് അവൻ ഇങ്ങനെ ചെയ്തത്. വിദൂരസ്ഥരായിരുന്ന നിങ്ങളോടും സമീപസ്ഥരായിരുന്ന ഞങ്ങളോടും അവൻ സമാധാനം പ്രസംഗിച്ചു. അതിനാൽ അവനിലൂടെ ഒരേ ആത്മാവിൽ ഇരു കൂട്ടർക്കും പിതാവിന്റെ സന്നിധിയിൽ പ്രവേശിക്കാൻ സാധിക്കുന്നു. കർത്താവിന്റെ വചനം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് അരുൾ ചെയ്യുന്നു, എൻ്റെ ആടുകൾ എൻ്റെ സ്വരം ശ്രവിക്കുന്നു. എനിക്ക് അവയെ അറിയാം, അവ എന്നെ അനുഗമിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. മർക്കോസ് എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്ന്. കർത്താവേ, അങ്ങേക്ക് മഹത്വം. ആറാം അധ്യായം 30 മുതൽ വാക്യങ്ങൾ. അക്കാലത്ത് അപ്പോസ്തലന്മാർ യേശുവിന്റെ അടുത്ത് ഒരുമിച്ച് കൂടി തങ്ങൾ ചെയ്തതും പഠിപ്പിച്ചതും അറിയിച്ചു. അനേകം ആളുകൾ അവിടെ വരികയും പോവുകയും ചെയ്തിരുന്നു. ഭക്ഷണം കഴിക്കാൻ പോലും അവർക്ക് ഒഴിവ് കിട്ടിയിരുന്നില്ല.
അതിനാൽ അവൻ പറഞ്ഞു, നിങ്ങൾ ഒരു വിജന സ്ഥലത്തേക്ക് വരരുത്, അല്പം വിശ്രമിക്കുക. അവർ വഞ്ചിയിൽ കയറി ഒരു വിജന സ്ഥലത്തേക്ക് പോയി. പലരും അവനെ കാണുകയും തിരിച്ചറിയുകയും ചെയ്തു. എല്ലാ പട്ടണങ്ങളിലും നിന്ന് ജനങ്ങൾ കരവഴി ഓടി അവർക്ക് മുമ്പേ അവിടെ എത്തി. അവൻ കരയ്ക്ക് ഇറങ്ങിയപ്പോൾ വലിയ ഒരു ജനക്കൂട്ടത്തെ കണ്ടു. അവരോട് അവന് അനുകമ്പ തോന്നി. കാരണം അവർ ഇടയിലില്ലാത്ത ആട്ടിൻപറ്റം പോലെ ആയിരുന്നു. അവൻ അവരെ പല കാര്യങ്ങളും പഠിപ്പിക്കാൻ തുടങ്ങി. കർത്താവിന്റെ സുവിശേഷം. ക്രിസ്തുവിനെ സ്തുതി. സുവിശേഷ വചനങ്ങൾ നമ്മുടെ പാപങ്ങളെ നീക്കം ചെയ്യട്ടെ. ആമേൻ. യേശുവിൽ സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരും പ്രിയ സിസ്റ്റേഴ്സ്, അവൻ നമ്മുടെ സമാധാനമാണ്. ഇന്നത്തെ രണ്ടാമത്തെ വായനയിൽ നാം വായിച്ചു കേട്ട വചനമാണ്. സങ്കീർത്തനത്തിൽ നല്ല ഇടയനെ കുറിച്ചുള്ള ചിത്രീകരണമാണ് നമ്മുടെ മുമ്പിൽ ലഭിച്ചത്. കർത്താവാണ് എന്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. സുവിശേഷത്തിൽ കർത്താവായ ദൈവം അനുകമ്പാർദ്ര ഹൃദയനാണെന്ന് നമ്മുടെ മുമ്പിൽ വെളിപ്പെടുത്തുകയാണ്. ശിഷ്യന്മാരെ സുവിശേഷ വേലയ്ക്ക് അയച്ച ശേഷം അവർ തിരിച്ചു വരുമ്പോൾ ആനന്ദത്തോടുകൂടെ അവരെ സ്വീകരിക്കുന്ന ക്രിസ്തു, താൻ പഠിപ്പിച്ചതും പ്രഘോഷിച്ചതും ജീവിച്ചു കാണിച്ചതുമായ കാര്യങ്ങൾ തന്റെ ശിഷ്യന്മാർ സാക്ഷ്യമായി പലയിടങ്ങളിലും അവതരിപ്പിച്ചു എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അവരിലൂടെ അനേകം അശുദ്ധാത്മാക്കൾ പുറത്താക്കപ്പെട്ട് അവരുടെ പേര് സ്വർഗത്തിൽ എഴുതി ചേർക്കപ്പെട്ടിരിക്കുന്നു എന്നറിഞ്ഞുകൊണ്ട് ആത്മാവിൽ ആനന്ദിക്കുന്ന ക്രിസ്തുവിനെയാണ് നമുക്ക് കണ്ടെത്താൻ സാധിക്കുക. മർക്കോസിന്റെ സുവിശേഷം ഒരുപാട് ചോദ്യങ്ങളുള്ള ഒരു പുസ്തകമാണ്. കർത്താവായ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ, കാരുണ്യത്തിന്റെ, അവിടുന്ന് പകർന്നിരിക്കുന്ന സമാധാനത്തിന്റെ, സ്നേഹസ്പർശനങ്ങളിലൂടെ അവിടുന്ന് നൽകുന്ന സൗഖ്യത്തിന്റെ, അത്ഭുതങ്ങളിലൂടെ ദൈവജനത്തിന്റെ ഭാഗധേയങ്ങളിൽ അവിടുന്ന് ശക്തമായി ഇടപെടുന്നതിന്റെ വലിയൊരു സാക്ഷ്യമാണ് വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം. നോക്കുക, എത്ര ആർദ്രഹൃദയനായിട്ടാണ് കർത്താവായ യേശു തന്റെ ശിഷ്യന്മാരെ അരികെ വിളിക്കുന്നത്. അവർക്ക് വിശ്രമം ആവശ്യമാണെന്ന് അറിഞ്ഞുകൊണ്ട് വിജനതയിലേക്ക് അവരെ കൊണ്ടുപോകുന്നത്. ശാന്തമായി ഒരുപാട് കാര്യങ്ങൾ തന്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കുവാനുണ്ടായിരുന്നു യേശുവിന്. അവൻ അവരെ പഠിപ്പിക്കാൻ തുടങ്ങി എന്ന അവസാനത്തെ വാക്യം നാം കേൾക്കുകയുണ്ടായി. പക്ഷേ അവസ്ഥ അത്ര എളുപ്പമായിരുന്നു, അല്ലെങ്കിൽ സാഹചര്യം അത്ര അവർക്ക് അനുകൂലമായിരുന്നു? ഒരിക്കലുമല്ല. വചനത്തിന് വേണ്ടി തൃഷ്ണയോടുകൂടെ അന്വേഷിച്ച് നടന്നിരുന്ന ഒരു ജനതയെ ക്രിസ്തുവിന് കാണാൻ സാധിച്ചു. ആത്മാവിൽ ദാഹം അനുഭവിക്കുന്ന വ്യക്തികളെ അവിടത്തേക്ക് കാണാൻ സാധിച്ചു. തന്നെ തേടിയുള്ള മനുഷ്യന്റെ യാത്ര എത്രമാത്രം തീക്ഷ്ണതരമാണെന്ന് അവൻ അനുഭവിച്ചറിയുകയാണ്. ഗലീലി കടൽ കടന്ന് അപ്പുറത്തേക്ക് എത്തുമ്പോഴേക്കും എല്ലാവരും തന്നെ യേശു എവിടെയുണ്ടെന്ന് അറിഞ്ഞ് അവിടേക്ക് ഓടിക്കൂടുകയാണ്. അത്രമാത്രം ധന്യമായിരുന്നു അവിടുത്തെ ആത്മീയ ചൈതന്യം. ദൈവിക ചൈതന്യം നിറഞ്ഞു തുളുമ്പുന്ന ഓരോ വ്യക്തികളെയും അന്വേഷിച്ചുകൊണ്ട് ഇന്നും ദൈവജനം അലയുന്നുണ്ട്. തീർച്ചയായും അവരുടെ മുമ്പിൽ ഈ കാലഘട്ടത്തിൽ ഒരു രക്ഷകനായി, വിമോചകനായി, സൗഖ്യദായകനായി, കാരുണ്യം പ്രവർത്തിക്കുന്ന വ്യക്തിയായി അവതരിക്കാനുള്ള നമ്മുടെ വലിയ ദൗത്യത്തെ ഈ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നമുക്ക് വേണ്ടത് യേശുവിനെ പോലെ മറ്റുള്ളവരോട് അനുകമ്പ കാണിക്കാനുള്ള ഒരു മനസ്സാണ്. അയ്യോ പാവം എന്ന് പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു നിൽക്കുകയല്ല, പ്രവർത്തന നിരതമാകണം നമ്മുടെ കാരുണ്യം. ക്രിസ്തുവിന്റെ യഥാർത്ഥ മുഖം ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കാൻ ഇന്ന് നമുക്ക് ഏറ്റവും പറ്റിയ അവസരമാണെന്ന് നാം തിരിച്ചറിയണം. ഭയത്തോടും വിറയലോടും കൂടെ രോഗാവസ്ഥയെ ഭയപ്പെട്ടുകൊണ്ട്
ഉള്ളിൽ കഴിയേണ്ടവനല്ല ഒരു ക്രൈസ്തവൻ. കാരുണ്യത്തിന്റെ പ്രവർത്തനങ്ങളിലൂടെ മറ്റുള്ളവരിലേക്ക് അനുകമ്പാർദ്ദമായ ഹൃദയത്തോടുകൂടെ തങ്ങളെ സ്നേഹിക്കുന്ന ദൈവത്തിന്റെ ശക്തമായ ഇടപെടലുകൾ നടത്തിക്കൊടുക്കേണ്ടവനാണ് ഒരു ക്രൈസ്തവൻ എന്ന് ഇന്നത്തെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അവിടുന്ന് കരയ്ക്കിറങ്ങി ജനം ആർത്തരായി അലയുന്നത് അവിടുന്ന് കണ്ടു. ഇന്ന് നമ്മുടെ കുടുംബം തന്നെ പലപ്പോഴും ഒരു ആർത്തമായ അവസ്ഥയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഓരോ വ്യക്തിയും ആരെയാണ് ഇവർ തിരയുന്നത്? എപ്പോഴും കൈകളിൽ മൊബൈലുണ്ട് നമ്മുടെ എല്ലാവരുടെയും കരങ്ങളിൽ. മാതാപിതാക്കളും മക്കളും മാറി മാറിയിരുന്ന് ഇങ്ങനെ തിരയുകയാണ് മൊബൈലിൽ. ആരെയാണ് തിരയുന്നത്? പ്രിയപ്പെട്ടവരെ, യഥാർത്ഥ സ്നേഹത്തിന്റെ ആഴങ്ങൾ, സ്പർശനങ്ങൾ, സൗഖ്യം ഒരു കുഞ്ഞിന് ലഭിക്കാത്തത് കൊണ്ട് അത് ഇന്നയിടത്ത് ലഭിക്കുമായിരിക്കുമെന്ന് ചിന്തിച്ചുകൊണ്ടല്ലേ ഇവർ മൊബൈലിൽ ഇങ്ങനെ സദാ തിരഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകത വളരെ ദുരന്തപൂർണമാവുകയാണ്. കുഞ്ഞുമക്കളുടെ മനസ്സ് കലുഷിതമായിരിക്കുകയാണ്. ബുദ്ധി അന്ധതയിലേക്ക് നീങ്ങുകയാണ്. ചിന്താശക്തി നഷ്ടപ്പെടുകയാണ്. വിശ്വാസ പാരമ്പര്യങ്ങൾ അവർക്ക് അന്യമാവുകയാണ്. തീർച്ചയായും ഒരു വിമോചനത്തിന്റെ കാഹളധ്വനി നാം ഉണർത്തുന്നു എങ്കിൽ, കൂടുതൽ അനുകമ്പയോടെ ആർദ്രതയോടെ നമ്മുടെ കുടുംബങ്ങളിലേക്ക് തിരിയുന്നില്ല എങ്കിൽ വലിയ ദുരന്തമാകും നമ്മെ ഓരോരുത്തരെയും കാത്തു നിൽക്കുക. അരികിലുള്ള സ്നേഹവാത്സല്യങ്ങൾ അവർ മറന്നിട്ട് അകലെയുള്ള സ്നേഹത്തിന്റെ, കാരുണ്യത്തിന്റെ, നന്മയുടെ പിന്നിലൂടെ അവർ പോകുന്നു എങ്കിൽ യഥാർത്ഥത്തിൽ അതിൽ കുറ്റവാളികൾ ആരാണെന്ന് നാം ഓരോരുത്തരും തിരിച്ചറിയേണ്ടതുണ്ട്. ഏതെങ്കിലും ഒരു കുഞ്ഞിന് സ്വസ്ഥത, സന്തോഷം, സമാധാനം ഈ തെരച്ചിലിലൂടെ ലഭിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അത് സാധിക്കുന്നുണ്ട്? ഒരിക്കലുമില്ല. അത് കൂടുതൽ ദാരുണമായ ബന്ധങ്ങളിലേക്ക്, നികൃഷ്ടമായ ജീവിത ശൈലിയിലേക്ക് അവർ ഓരോരുത്തരെയും നയിക്കുകയാണ്. മൊബൈൽ പിടിച്ചു വാങ്ങിയാൽ വട്ടാകുന്ന, സ്വസ്ഥത നഷ്ടപ്പെടുന്ന ഒരു സമൂഹത്തെ ഇന്ന് നമുക്ക് കാണാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിൽ പ്രകാശിതരായിക്കൊണ്ട് യഥാർത്ഥ ഇടപെടലുകളിലൂടെ മറ്റുള്ളവരിലേക്ക് സ്നേഹസാന്ത്വനം പകർന്നേകാൻ ഈ കാലഘട്ടത്തിൽ നമുക്ക് കഴിയുന്നില്ല എങ്കിൽ തീർച്ചയായും ഒരുപാട് ദുരന്തങ്ങൾ നാം നമ്മുടെ ജീവിതത്തിൽ ഏറ്റുവാങ്ങേണ്ടതായി വരും. നമുക്ക് ഈശോയിലേക്ക് തിരിയാം, ദൈവത്തിലേക്ക് തിരിയാം. കർത്താവായ ദൈവം നമുക്ക് നൽകുന്ന വലിയൊരു അനുഗ്രഹത്തിന്റെ കാലഘട്ടം കൂടിയാണത് എന്ന് നാം പറയേണ്ടി വരും. അതെ, നമ്മിലെ ക്രിസ്തീയതയെ തിരിച്ചറിയേണ്ട ഒരു കാലഘട്ടം, നമ്മിലെ നല്ല അയൽക്കാരനെ കണ്ടെത്തേണ്ട ഒരു കാലഘട്ടം, നമ്മിലെ സൗഖ്യദായകനെ, വചനപ്രഘോഷകനെ, കാരുണ്യ പ്രവർത്തകനെ ഒക്കെ കണ്ടെത്തേണ്ട ഒരു കാലഘട്ടമാണ് ഇത്. അവൻ അവരെ പഠിപ്പിക്കാൻ തുടങ്ങി. എന്താണ് പഠിപ്പിച്ചതെന്ന് മാർക്കോസ് സുവിശേഷകൻ പറയുന്നില്ല. എന്തിനാണ് ഇനി നമുക്ക് പ്രബോധനങ്ങൾ, ഉത്ബോധനങ്ങൾ? നമുക്കറിയില്ലേ വചനം എന്താണെന്ന്? അത് പ്രാവർത്തികമാക്കാൻ, ജീവിക്കാൻ നമുക്ക് ഈ കാലഘട്ടത്തിൽ ഒരുങ്ങേണ്ടതുണ്ട്. എത്രയോ സമയം നമുക്ക് നമ്മുടെ കുടുംബങ്ങളിലുണ്ട്. വചനമാകുന്ന ക്രിസ്തുവിനെ അറിയാനും ഉൾക്കൊള്ളാനും വചനമായി ജീവിക്കുവാനും ഉള്ള ഒരു കാലഘട്ടമാണത്. കർത്താവായ ദൈവത്തോട് തീഷ്ണതയോടുകൂടെ നമുക്ക് ഈ കാലഘട്ടത്തിൽ ഇനിയുള്ള ദിവസങ്ങളിൽ ശക്തമായി പ്രാർത്ഥിക്കാം. ദൈവിക സാന്നിധ്യത്തിന് വേണ്ടി, അവിടുത്തെ കരുതലിന് വേണ്ടി, കാരുണ്യത്തിന് വേണ്ടി അലയുന്ന വ്യക്തികളുടെ മുമ്പിൽ ക്രിസ്തീയ സ്നേഹത്തിന്റെ കരുത്തെന്ന് പ്രഘോഷിക്കാൻ, പ്രകടമാക്കാൻ നമുക്ക് കഴിയട്ടെ എന്ന് അവിടുത്തോട് പ്രാർത്ഥിക്കാം. അവിടുന്ന് നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. സ്വർഗത്തിന്റെയും ഭൂമിയുടെയും ദൃശ്യവും അദൃശ്യവുമായ എല്ലാറ്റിന്റെയും സൃഷ്ടാവും സർവശക്തനുമായ പിതാവില് ഞാൻ വിശ്വസിക്കുന്നു. ഏക കർത്താവ്, ജാതനായ ഏകദൈവ പുത്രന്, എല്ലാ യുഗങ്ങൾക്ക് മുമ്പ് പിതാവ് ജനിച്ചതുമായ യേശുക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൽ നിന്നുള്ള ദൈവവും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവരെങ്കിലും സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവുമായി സത്യലേഖനമായ അവിടുന്ന് വഴി സകലം സൃഷ്ടിക്കപ്പെട്ടു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ ഇറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ ശരീരം സ്വീകരിച്ച് മനുഷ്യനായി തീരുന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത്
നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട പീഡകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തുകയും സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുകയും ചെയ്യുന്നു. ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ അവിടുന്ന് മഹത്വത്തോടെ വീണ്ടും വരും. അവിടുത്തെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയില്ല. കർത്താവ് ജീവിതാതാവ് പിതാവിന്റെ പുത്രനിൽ നിന്ന് പുറപ്പെടുന്നവനും പിതാവിന്റെ പുത്രനടുത്ത് ആരാധിക്കപ്പെടുന്നതിന് സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകന്മാരെ സംസാരിച്ചവരുമായ പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്പോസ്തലികമായ സഭയിൽ ഞാൻ വിശ്വസിക്കുന്നു. പാപങ്ങളുടെ മോചനത്തിനായുള്ള ഏകജ്ഞാനസ്നാനം ഞാൻ ഏറ്റുപറയുകയും മരിച്ചവരുടെ ഉയർപ്പ് വരാനിരിക്കുന്ന ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. പ്രിയ സഹോദരരെ, വചനമാകുന്ന ക്രിസ്തുവിനെ ഉൾക്കൊണ്ടുകൊണ്ട് കർത്താവായ ദൈവത്തിന്റെ അനന്ത കാരുണ്യത്തിന്റെ പ്രതീകങ്ങളാകാൻ നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് അവിടുത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, രക്ഷയുടെയും മോചനത്തിന്റെയും മേച്ചിൽപ്പുറങ്ങളിലേക്ക് ദൈവജനത്തെ നയിക്കുവാൻ വേണ്ട ആത്മീയമായ കൃപാവരങ്ങൾ നൽകി ഞങ്ങളുടെ പരിശുദ്ധ പിതാവിനെയും എല്ലാ മെത്രാന്മാരെയും വൈദികരെയും സന്യസ്തരെയും അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയുടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. കർത്താവായ ദൈവമേ, സൗഖ്യത്തിനും സ്നേഹത്തിനും സാന്ത്വനത്തിനുമായി അലയുന്ന ജനങ്ങളുടെ ഇടയിലേക്ക് ക്രിസ്തുവിന്റെ സ്നേഹം പകർന്നേകുവാൻ തക്ക യോഗ്യതയുള്ളവരായി ഞങ്ങളുടെ ജീവിതത്തെ രൂപപ്പെടുത്തുവാൻ ഈ കാലഘട്ടത്തിൽ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയുടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. കർത്താവായ ദൈവമേ, ദൈവജനം തേടുന്ന സമാധാനത്തിന്റെ ഉപകരണങ്ങളായി വർത്തിക്കുവാനുള്ള ആത്മീയമായ കൃപാവരങ്ങൾ എല്ലാവരിലും ചൊരിയണമേ എന്ന് അങ്ങയുടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. കർത്താവായ ദൈവമേ, മഹാമാരി മൂലം ദുരിതങ്ങൾ അനുഭവിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മരണപ്പെടുന്നവരെയും രോഗാവസ്ഥയിൽ കഴിയുന്നവരെയും ആതുര സേവന രംഗത്ത് നിലകൊള്ളുന്നവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. അവിടുത്തെ രക്ഷാകരമായ ഇടപെടലിലൂടെ സൗഖ്യദായകമായ സ്പർശനത്തിലൂടെ സമ്പൂർണ്ണ ആരോഗ്യത്തിലേക്ക് എല്ലാവരും തിരിച്ചു വരുവാൻ ഇടയാക്കണമേ എന്ന് അങ്ങയുടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായിട്ടുള്ള ആവശ്യങ്ങൾക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹിതാവായ ദൈവമേ, കണ്ണുനീരും കഷ്ടപ്പാടും അലച്ചിലുകളും കടബാധ്യതകളുമായി അലയുന്ന ഇന്നത്തെ ജനത്തെ അങ്ങ് കാണുന്നുവല്ലോ. സ്നേഹസാന്ത്വനമായി അവരുടെ അരികിലേക്കും അങ്ങ് എത്താനമേ. അനുകമ്പാർദ്ര ഹൃദയനായ മഹാമാരിയെ ഞങ്ങളിൽ നിന്ന് പിൻവലിച്ചുകൊണ്ട് സമഗ്രമായ മോചനം ഈ പ്രപഞ്ചത്തിനും മാനവരേവർക്കും ജീവജാലങ്ങൾക്കും നൽകണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ.
നന്മ പൂർണ്ണപാലകായി നീകനീ ദർശനം നന്മ പൂർണ്ണപാലകായി നീകനീ ദർശനം ഹൃദയതാളമേന്തിനാഥ വന്നിടുന്നു സന്നിധി കാഴ്ചയായി നിന്റെ മുൻപിൽ നിന്നിടുന്നു സാദരം. സഹോദരരെ, എന്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങയുടെ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവായ ദൈവമേ, ഏകബലിയുടെ സമ്പൂർണതയാൽ പഴയ നിയമത്തിലെ വ്യത്യസ്ത ബലികളെല്ലാം അങ്ങ് പൂർത്തീകരിച്ചുവല്ലോ. അങ്ങേക്ക് പ്രതിഷ്ഠിതരായ ദാസരിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുകയും ആബേലിന്റെ കാണിക്കകൾ പോലെ ഇതിനെയും അതേ അനുഗ്രഹത്താൽ വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ. അങ്ങനെ അങ്ങേ മഹിമയുടെ സ്തുതിക്കായി അർപ്പിക്കപ്പെടുന്ന ഓരോ ബലിയും എല്ലാവരുടെയും രക്ഷയ്ക്ക് ഉപകരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. ഉചിതവും ന്യായവുമത്രേ. സർവേശ്വര പരിശുദ്ധനാം ദൈവമേ, സർവശക്ത ജഗത്പൂജിതനേ, ക്രിസ്തുനാഥൻ വഴി എങ്ങുമെന്നേരവും ഭക്തിയുടങ്ങേക്ക് നന്ദി ചൊല്ലാം. ആയത് യുക്തവും രക്ഷയേകുന്നതും ന്യായവും തന്നെ ജഗൽ പിതാവേ. മാമലവേദിയിൽ മാനുഷ പാപങ്ങളെ തീ മരിച്ച നാഥ, താവക മൃത്യുവെ പ്രഖ്യാപനം ചെയ്ത് മെയ്വിടുമീ ജനം ആർത്തഭക്ത്യ തന്നുയർത്തിങ്കൽ ഉറപ്പായ വിശ്വാസം ഉൾക്കൊണ്ടീവരിതു ഘോഷിക്കുന്നു. നിൻവരവങ്ങിനെ പ്രത്യാശയോടിവ എന്നെന്നും ഈ മണ്ണിൽ കാത്തിരിപ്പു. ആകയാലാമോദവാറ്റോടെ വാഴുമ സ്വർഗീയ ഗായകർ മാലാഖമാർ, ദിവ്യപ്രതാപവാനങ്ങയ്ക്ക് നിത്യവും മംഗളം പാടി വണങ്ങിടുന്നു. ആ ദിവ്യഗാനത്തോടൊന്നിച്ച് ഞങ്ങളും ആലപിച്ചിടുന്നു താഴ്മയുടെ. പരിശുദ്ധൻ പരിശുദ്ധൻ സൈന്യങ്ങളുടെ കർത്താവാം ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ.
തിരുപ്രഭമങ്ങേ മഹിമകളാ നിറഞ്ഞു മഹിയും വിണ്ടലവും ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോരേറ്റം ധന്യരുമാം ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവായ ദൈവമേ, സർവവിശുദ്ധിയിലെയും ഉറവിടമായി അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവർ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റുകിടക്കപ്പെട്ടു സമ്മനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പം എടുത്തു, പിതാവായ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിച്ച് മുറിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുക. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എന്റെ ശരീരമാകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞു പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത അർപ്പിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുക. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എന്റെ രക്തത്തിന്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുക. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആദ്യമായി കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അർത്ഥവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങള് പരിശുദ്ധാത്മാവിൽ ഒന്നാക്കി ചേർക്കണമേ എന്ന താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ രൂപതധ്യക്ഷൻ ജോസഫ് മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത സഭയെ അങ്ങ് സ്നേഹത്തിന്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഈ ലോകത്തിൽ നിന്ന് അങ്ങേ പക്കലേക്ക് വിളിച്ച അങ്ങേ ദാസരെ ഓർക്കണമേ. അങ്ങേ പുത്രന്റെ മരണത്തിന് സദൃശമായി അവിടുത്തെ ഒന്നായി തീരുന്നവരെ അവിടുത്തെ ഉത്ഥാനത്തിലും ഒന്നാക്കണമേ.
ഉയർപ്പിന്റെ പ്രത്യാശയിൽ നിലകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിന്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ എല്ലാവരിലും കനിയണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമാതാവ് പരിശുദ്ധ കന്യകാമറിയത്തോട്, ഈശോയുടെ തിരുഹൃദയത്തോട്, വിശുദ്ധ യോസേപ്പ് പിതാവിനോട്, അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോട്, വിശുദ്ധ അന്തോനീസിനോട് കാലകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച് സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ദൈവമേ, സർവശക്തനായ പിതാവേ, അങ്ങേക്ക് ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോട് കൂടെ, ക്രിസ്തുവിൽ തന്നെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ മഹിമയും ആരാധനയും എന്നും എന്നേക്കും രക്ഷാകരമായ കൽപ്പനകളാൽ ഉത്ബോധിതരായി യേശുനാഥൻ പഠിപ്പിച്ചതുപോലെ ഒന്ന് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗത്തിൽ വാഴും ഞങ്ങളുടെ നാമം പൂജിതമായിടേണം. വരണം നിൻ രാജ്യം സ്വർഗ്ഗത്തിലേക്കോ നിന്നുള്ള പാടിലുമായിടേണം. അന്നോ വീണ്ടുന്നു രാഹാരമിന്നും ഞങ്ങൾക്ക് നൽകുമാറായിടേണം. അന്യതദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങളുടെ ദ്രോഹം നീ ക്ഷമിക്കാം. പാപപരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നു കാത്തിടേണം. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയെ ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിന്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കാരുണ്യത്തിന്റെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങൾ എപ്പോഴും എല്ലാ പാപങ്ങളിൽ നിന്ന് മോചിതരാവുകയും വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എന്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്നങ്ങേ അപ്പോസ്തലന്മാരുടെ അരുൾ ചെയ്ത് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിന് ഞങ്ങളുടെ പാപങ്ങളെല്ലാം പിന്നെയോ അങ്ങേ സഭയിലെ വിശ്വാസം തീർക്കാൻ പാർത്ത് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിച്ചു വാഴുന്നാണ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവിന്റെ സമാധാനം നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് പരസ്പരം സമാധാനം ആശംസിക്കാം. പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ,
കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങൾക്ക് ശാന്തി നൽകണമേ. കർത്താവായ യേശുക്രിസ്തുവേ, അങ്ങേ ശരീരരക്തങ്ങളുടെ സ്വീകരണം എനിക്ക് വിധിക്കും ശിക്ഷയ്ക്കും കാരണമാകാതെ അങ്ങേ കാരുണ്യത്താൽ എനിക്ക് മനസ്സിനും ശരീരത്തിനും സംരക്ഷണവും സ്വീകാര്യമായ ഔഷധവുമായി തീരുമാനാകട്ടെ. ഇത് ദൈവത്തിന്റെ കുഞ്ഞാണ്. ഇത് ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നവർ. ദിവ്യ കുഞ്ഞാടിന്റെ വിധം നിന്ന് ക്ഷണിക്കപ്പെട്ടിട്ടുള്ളവർ ഭാഗ്യവാന്മാർ. എന്റെ ആത്മാവ് സുഖം സ്ഥാപിക്കും. ക്രിസ്തുവിന്റെ തിരുശരീരവും രക്തവും നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. എല്ലാ
നല്ലോർക്കു നന്മകൾ നൽകി എല്ലാവർക്കും കാണിയായി നല്ലോർക്കു നന്മകൾ നൽകി സ്നേഹസ്വരൂപനമായ നീയല്ലാതാനന്ദം ും കാരുണ്യമേ പാടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം അങ്ങ് ജനത്തോടു കൂടി ആയിരിക്കണമേ എന്ന് സ്വർഗീയ രഹസ്യങ്ങളാൽ അങ്ങ് പ്രചോദിപ്പിച്ചവരെ പഴയ ജീവിത ശൈലിയിൽ നിന്ന് നവജന്മത്തിലേക്ക് കടന്നു വരുവാൻ അനുഗ്രഹിക്കണമേ എന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം പിതാവ്, പുത്രന്, പരിശുദ്ധാത്മാവ് നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ദിവ്യപൂജ സമാപിച്ച് ക്രിസ്തുവിന്റെ സന്തോഷത്തിലും സമാധാനത്തിലും പോകുക. പരിശുദ്ധരൂഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ, എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ബാവായ്ക്കും പുത്രനും പരിശുദ്ധരൂഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ, എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. കരുണാമയനായ കർത്താവേ, കാത്തരുളിടേണമേ, ഞങ്ങളെ കാത്തരുളിടേണമേ. കരുണാമയനായ കർത്താവേ, കാത്തരുളിടേണമേ, ഞങ്ങളെ കാത്തരുളിടേണമേ. കണ്ണീർ നിറഞ്ഞൊരു പാനപാത്രങ്ങൾ കൈനീട്ടി വാങ്ങേണമേ. കണ്ണീർ നിറഞ്ഞൊരു പാനപാത്രങ്ങൾ കൈനീട്ടി വാങ്ങേണമേ. പരിശുദ്ധരൂഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ, എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. അറിയിപ്പുണ്ട്.